ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ പ്രമുഖ കാറ്റലൻ മാധ്യമമായ സ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് റോഡ്രിക്ക് വേണ്ടി ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആദ്യത്തെ ഓഫർ നൽകിയിരുന്നു. എന്നാൽ സിറ്റി അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴിതാ റോഡ്രിക്ക് വേണ്ടി ബാഴ്സലോണ രണ്ടാമത്തെ ഓഫർ നൽകുകയാണ്. ഓഫർ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 60 മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകുന്നത്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി ആദ്യം ആവശ്യപ്പെട്ടത് 80 മില്യൺ യൂറോയാണ്. അതിൽ നിന്നും 10 മില്യൺ യൂറോ വരെ കുറക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. എന്നിരുന്നാലും 70 മില്യൺ യൂറോ എങ്കിലും റോഡ്രിക്ക് വേണ്ടി ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. അതേസമയം ബാഴ്സയുടെ രണ്ടാമത്തെ ഓഫർ അത് 60 മില്യൺ യൂറോയാണ്. അതുകൊണ്ട് തന്നെ സിറ്റി ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ ഡീൽ പൂർത്തിയാക്കാനാണ് FC ബാഴ്സലോണ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 60 മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവർ രണ്ടാമതായിക്കൊണ്ട് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുക എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് ഹൂലിയൻ ആൽവരസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഹൂലിയൻ ആൽവരസിന് വേണ്ടി പുതിയ ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് FC ബാഴ്സലോണ. 120 മില്യൺ യൂറോ ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ നിലവിൽ ബാഴ്സലോണ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 150 മില്യൺ യൂറോ വരെയൊക്കെ FC ബാഴ്സലോണ പോയേക്കും എന്നായിരുന്നു റിപ്പോർട്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 120 മില്യൺ യൂറോ വരെ പരമാവധി പോവാനാണ് ഇപ്പോൾ FC ബാഴ്സലോണ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഹൂലിയൻ ആൽവരസ് മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പബ്ലിക് സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം ഒഴിവാക്കും. പരസ്യമായി കൊണ്ട് പറയുന്നത് അദ്ദേഹം ഒഴിവാക്കും. മറിച്ച് പ്രൈവറ്റ് ആയിക്കൊണ്ട് അത്ലറ്റിക്കോയോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. തന്നെ ബാഴ്സയിലേക്ക് അയക്കണം എന്നുള്ളത് പ്രൈവറ്റ് ആയിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്താനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ബാഴ്സലോണ 120 മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ്. അത്ലറ്റിക്കോ ഇത് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. റോഡ്രി, ഹൂലിയൻ ആൽവരസ് ഈ രണ്ട് താരങ്ങളെയും എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഡെക്കോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.